ഹലോ, ഗുഡ് മോർണിംഗ് മക്കളെ. ഇപ്പം നമുക്ക് നിങ്ങളുടെ 5th സ്റ്റാൻസ മുതൽ ഒന്ന് പറയാം. അപ്പോൾ നമ്മളതിൽ 4th സ്റ്റാൻസയിൽ നമ്മൾ പറഞ്ഞിരുന്നു അവിടെ എന്ത് ചെയ്യാണ്, മാൻ ഓഫ് ഫെയ്ത്ത് വരികയാണെന്നും അല്ലേ. അങ്ങനെ ആ മാൻ ഓഫ് ഫെയ്ത്ത് വന്ന് അയാൾ പറയാണ് നമുക്ക് എന്ത് ചെയ്യണം, പിൽഗ്രിമേജിന് പോകണമെന്ന് പറയുന്നു. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന് പല ആൾക്കാർ എന്ത് ചെയ്യാണ്, ഈ ഒരു പിൽഗ്രിമേജിൽ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ എവിടെ നിന്നുള്ള ആൾക്കാരൊക്കെയാണെന്ന് പറയുന്നുണ്ട്. നൈലിൽ നിന്ന്, ഗൈഞ്ചസിൽ നിന്ന്, തിബറ്റിൽ നിന്ന്, അങ്ങനെയുള്ള പല ആൾക്കാർ. പിന്നെ അവർ പല രൂപത്തിലുള്ള ആൾക്കാരായിരുന്നു. അതിൽ പ്രീസ്റ്റുമാരുണ്ടായിരുന്നു, ബെഗേഴ്സ് ഉണ്ടായിരുന്നു, ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു, സ്കോളേഴ്സ്, അങ്ങനെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഓക്കെ, അതിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു അല്ലേ. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞു. ഇനി നമ്മൾ 5th സ്റ്റാൻസയാണ് നമ്മൾ കാണുന്നത്. മാൻ ഓഫ് ഫെയ്ത്ത് മൂവ്സ് ഓൺ അലോങ് പിറ്റിലെസ് പാത്ത് സ്ട്രിയോൺ വിത്ത് ഫ്ലിൻസ് ഓവർ സ്ക്രോച്ചിങ് സാൻഡ്സ് സ്റ്റീപ്സ് മൗണ്ടേനിയസ് ട്രാക്ക്. നമ്മൾ കാണുന്നത് ഈ ഒരു മാൻ ഓഫ് ഫെയ്ത്ത് എന്തെയാണ്, അയാൾ മൂവിയാണ്. എവിടെ നിന്ന്? പിറ്റിലെസ് പാത്താണ്. അതായത് അവർ നടക്കുന്ന വഴികളൊക്കെ എങ്ങനെയുള്ളതാണ്, കല്ലുകൾ കൊണ്ടും മുള്ളുകൾ കൊണ്ടും നിറഞ്ഞതാണെന്നും അല്ലേ. പിന്നെ അവർ നടക്കുന്ന വഴികളിലൊക്കെ നല്ല ചൂട് സാൻഡുകളാണുള്ളത്. അതിലടിച്ചിട്ടില്ലേ പിന്നെ നല്ല ചൂട് ആയിട്ടുള്ള മണൽത്തരികളിലൂടെയാണ് അവർ നടക്കുന്നതെന്നും, പിന്നെയോ കുത്തനെയുള്ള മൗണ്ടെയ്ൻസിൻ്റെ ട്രാക്കിലൂടെയൊക്കെയാണ് അവർ, അതായത് ഭയങ്കര ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ടാണ് അവർ നടക്കുന്നതെന്നും, അങ്ങനെ അവർ നടക്കുമ്പോൾ അവരുടെ ഒപ്പം ആരൊക്കെയുണ്ട്? സ്ട്രോങ് ആൻഡ് വീക്ക്, ഏജ്ഡ് ആൻഡ് യങ്, റൂളേഴ്സ് ഓഫ് റെലം ആൻഡ് ട്രില്ലേഴ്സ് ഓഫ് സോയിൽ, സം ഗ്രോ വിയറി ആൻഡ് ഫുഡ് സോ, സം ആംഗ്രി ആൻഡ് സസ്പീഷ്യസ്. അവരിൽ സ്ട്രോങ് ആയിട്ടുള്ളതും വീക്കായിട്ടുള്ളതും പ്രായമുള്ളവരും യങ്ങായിട്ടുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരൊക്കെ കുറേ ആൾക്കാരുടെ ഫുഡ് സ്റ്റോറൊക്കെ എന്താക്കാൻ തുടങ്ങി, മുറിയാൻ തുടങ്ങി, വേദനിക്കാൻ തുടങ്ങി. ചില ആൾക്കാർക്ക് ദേഷ്യം വന്നു, ചില ആൾക്കാർ സസ്പീഷ്യസ് ആകാൻ തുടങ്ങി. അങ്ങനെ അവരെന്ത് ചെയ്യാൻ തുടങ്ങി, ഓരോരുത്തരും ദേ ആസ്ക് ക്വസ്റ്റ്യൻസ് എന്നാണ്. അതായത് അവരിങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി, എങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഒക്കെ മാൻ ഓഫ് ഫെയ്ത്ത് സിങ്സ് ഇൻ ആൻസർ അല്ലേ. അയാളെന്ത് ചെയ്തു, പാട്ടിലൂടെ ആൻസർ കൊടുക്കുകയാണ് അല്ലേ. ദേ സ്കൗൾ ആൻഡ് ഷെയ്ക്ക് ദേ ഫസ്റ്റ് യെറ്റ് ദേ കനോട്ട് റെസിസ്റ്റ് ഹിം. അവർക്ക് ദേഷ്യം വന്നു അയാളിങ്ങനെ പാട്ട് പാടുന്നത് കേട്ടപ്പോൾ. പക്ഷേ അവരവരുടെ മുഷ്ടി ചുരുട്ടിയെങ്കിൽ പോലും അവരെന്ത് ചെയ്യാൻ തുടങ്ങി, അവരുടെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എന്ത് ചെയ്യാണ്, ഈ ഒരു പ്രഷർ ഓഫ് മാസ് എന്ത് ചെയ്യാണ്, മൂവ് ചെയ്യാൻ തുടങ്ങി അല്ലേ. അവർക്ക് ഒരു ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ഹോപ്പായിരുന്നു. പക്ഷെ എന്നാലും ഇറ്റ് പുഷ് ദം ഫോർവേഡ്. ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ഹോപ്പോട് കൂടി അവർ മുന്നോട്ടേക്ക് നീങ്ങാൻ തുടങ്ങി. അങ്ങനെ എന്ത് ചെയ്യാൻ തുടങ്ങി, പിന്നെ അവർ പെട്ടെന്ന് എത്താൻ വേണ്ടി ദേ ഷോർട്ടൻ ദെയർ സ്ലീപ്പ് ആൻഡ് കർട്ടെയിൽ ദെയർ റെസ്റ്റ് ആണ്. അവരവരുടെ ഉറക്കുകളൊക്കെ കുറച്ച് കളഞ്ഞു, അവരവരുടെ റെസ്റ്റുകൾ കുറച്ച് കളഞ്ഞു അല്ലേ. അവരെന്ത് ചെയ്യാൻ തുടങ്ങി, സ്പീഡിൽ എന്ത് ചെയ്യാൻ തുടങ്ങി, പരസ്പരം മത്സരിക്കാൻ തുടങ്ങി നടക്കുമ്പോൾ. അങ്ങനെ എന്താണ്, അവർ വിചാരിച്ചു നമ്മൾ നടന്നില്ലെങ്കിൽ, സ്പീഡായില്ലെങ്കിൽ നമ്മൾ ലേറ്റായിപ്പോവും, നമ്മളെ ചാൻസ് കിട്ടാതായിപ്പോവും എന്നൊക്കെയുള്ള പേടിയിലായിരുന്നു അല്ലേ. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോവാണ്. അവിടെ നമ്മൾ കാണുന്നു അല്ലേ, എന്താണ്, അവരുടെയൊക്കെ ഫേസൊക്കെ എന്താക്കാൻ തുടങ്ങി, ഹാർഡനാകാൻ തുടങ്ങി. അവരുടെ കേഴ്സസൊക്കെ, ശാപവാക്കുകളൊക്കെ എന്താകാൻ തുടങ്ങി, ഒച്ചത്തിലൊക്കെ ആകാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ അവരിൽ മടുപ്പ് വരാൻ തുടങ്ങി. അങ്ങനെ 6ാമത്തെ സ്റ്റാൻസയിൽ നമ്മൾ കാണുന്നത്, അവർ നടന്നൊരു ദിവസം രാത്രിയായി. അപ്പോൾ എന്ത് ചെയ്യാണ്, ട്രാവലേഴ്സൊക്കെ അവരുടെ മാറ്റൊക്കെ ഗ്രൗണ്ടിൽ പിരിച്ചുകൊണ്ട് ബനിയൻ ട്രീയുടെ അടുത്ത് കിടക്കാൻ പോവായിരുന്നു. ആ സമയത്ത് ഒരു വിൻഡ് വന്നിട്ട് എന്ത് ചെയ്തു, അവിടെയുള്ള ലാമ്പ് എന്ത് ചെയ്യാണ്, അണച്ചു കളയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, ഇറ്റ് ഡാർക്കൻസ് ദ ഡീപ്പൻസ് ലൈക്ക് എ സ്ലീപ്പ് ഇൻ ടു സൂണാണ്. അതായത് മയക്കത്തിൽ വലിയൊരു ഉറക്കം കൊണ്ടുവരുന്ന പോലെ, മയക്കം എന്ന് പറയുമ്പോൾ സൂൺ, മയക്കത്തിൽ വലിയൊരു ഉറക്കം കൊണ്ടുവരുന്നത് പോലെ ഈ ഒരു കാറ്റ് എന്ത് ചെയ്തു, ഇരുട്ടിനെ ഒന്നും കൂടി ഇരുട്ടാക്കി കളയുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് ക്രൗഡിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റുകൊണ്ട് ലീഡറിനെ പോയിൻ്റ് ചെയ്തുകൊണ്ട് വളരെ മേഴ്സിലെസ്ലി അയാൾ പറയുകയാണ്, ഇയാളൊരു ഫോൾസ് പ്രോഫറ്റാണ് അല്ലേ, നമ്മളെ ശരിക്കും അദ്ദേഹം ഡിസീവ് ചെയ്യായിരുന്നു, പറ്റിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓരോരുത്തരായി അത് ഏറ്റു പറയാൻ തുടങ്ങി അല്ലേ. അപ്പോൾ സ്ത്രീകളും അവരുടെ വെറുപ്പൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, പ്രകടിപ്പിക്കാൻ തുടങ്ങി. പുരുഷന്മാർ മുരളാൻ തുടങ്ങി. അവസാനം അതിലുള്ള ഒരു ബോൾഡറായ ഒരാൾ എന്ത് ചെയ്യാണ്, അയാളുടെ മുഖം കാണാൻ പറ്റുന്നില്ലെങ്കിൽ, പ്രോഫറ്റിൻ്റെ മുഖം കാണാൻ പറ്റുന്നില്ലെങ്കിൽ പോലും അവരെന്ത് ചെയ്യാണ്, അയാളെ ഫ്യൂറി ഓഫ് ഡിസ്ട്രക്ഷൻ, ആ ദേഷ്യത്തിൻ്റെ കാഠിന്യം കൊണ്ട് ഹിറ്റ് ഹിം, അയാൾ എന്ത് ചെയ്യാണ്,
അയാളുടെ വയറിലേക്ക് കുത്തുകയാണ് ചെയ്യുന്നത്. ഹി ലൈസ് പ്രോൺസ് അപ്പോൺ ദ ഗ്രൗണ്ട്, ഹിസ് ലൈഫ് എക്സ്റ്റിങ്ക്റ്റ്. അതായത് അയാളുടെ ജീവൻ അവസാനിക്കുന്നത് വരെ അയാളെ കുത്തുകയാണ് ചെയ്യുന്നത്. അന്ന് രാത്രി, നൈറ്റ് എന്ന് പറയുന്നത് സ്റ്റില്ലായിരുന്നു അല്ലേ. ദൂരെ നിന്ന് നമുക്ക് എന്ത് കേൾക്കാം? വാട്ടർഫോളിൻ്റെ ചെറിയൊരു സൗണ്ട് മാത്രം കേൾക്കാൻ പറ്റും അല്ലേ. പിന്നെയോ അവിടെ നല്ല എന്തിൻ്റെ ബ്രത്ത് കേൾക്കാം, കാണാം, നമുക്ക് അനുഭവിക്കാൻ പറ്റും. ജാസ്മിൻ ഫ്ലവേഴ്സിൻ്റെ ഈ സ്മെല്ലുകളിങ്ങനെ സ്പ്രെഡായി കിടക്കുകയാണ്. ഇനി നമ്മൾ കാണുന്നു 7ാമത്തെ സ്റ്റാൻസയിൽ പിൽഗ്രിംസൊക്കെ പേടിച്ച് നിൽക്കുകയാണ്. സ്ത്രീകൾ കരയാൻ തുടങ്ങി അല്ലേ. പുരുഷന്മാരെന്താണ്, അവരാകെ കൺഫ്യൂഷനിലാണുള്ളത് അല്ലേ. എല്ലാവരും എന്ത് ചെയ്തു? സ്ത്രീകളോട് പുരുഷന്മാർ നിർത്താൻ പറഞ്ഞു അവരുടെ കരച്ചിലുകൾ. പിന്നെയോ ഡോഗ്സ് പോലും അവരുടെ ബാർക്കിങ് നിർത്തിവെച്ചു. പിന്നെയോ അവിടെ സൈലൻസ് ബ്രോക്കൺ ചെയ്യപ്പെട്ടു. അവിടെ കംപ്ലീറ്റ് സൈലൻസിൽ നിന്ന് വിപ്പിഡ് ഇൻ ടു സൈലൻസ്, ബ്രോക്കൺ ഇൻ ടു മോൺസ് ആണ്. അതുവരെ ഉണ്ടായിരുന്ന നിശബ്ദത എന്താക്കാൻ തുടങ്ങി? അലമുറയിട്ട് കരച്ചിലായി. ആൻഡ് ദ നൈറ്റ് സീൻസ് എൻഡ്ലെസ് ആൻഡ് മെൻ വുമൺ ബിഗിൻ ടു റാങ്കിൾ ആസ് ഹൂ എമംഗ് ദം വാസ് ടു ബ്ലെയിം. അപ്പോൾ അവിടെ എന്ത് ചെയ്യാണ്? എല്ലാവരും അന്നത്തെ രാത്രി അവസാനിക്കാത്തതുപോലെ തുടങ്ങി. പുരുഷന്മാരും സ്ത്രീകളും എന്ത് ചെയ്യാൻ തുടങ്ങി? പരസ്പരം പറഞ്ഞു ആരെ കുറ്റപ്പെടുത്തും അല്ലേ. അവരൊക്കെ ഓരോരുത്തരായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? ഷ്രീക്ക് ചെയ്യാൻ തുടങ്ങി, ഷൗട്ട് ചെയ്യാൻ തുടങ്ങി അല്ലേ. അവരിങ്ങനെ പരസ്പരം അലമുറയിട്ട് ഷൗട്ട് ചെയ്യാൻ തുടങ്ങി അല്ലേ. എന്താണ്? ആസ് ദേ ആർ റെഡി ടു unsheath their knives, the darkness pale, the morning light overflow the mountain tops ആണ്. അപ്പോൾ എന്ത് ചെയ്യാണ്? അവർ പരസ്പരം ആരെ കുറ്റപ്പെടുത്തുമെന്ന കൺഫ്യൂഷനിലാണ്. ആ സമയത്ത് എന്ത് ചെയ്യാണ്? അവരൊക്കെ പെട്ടെന്ന് എന്ത് ചെയ്യാണ്? അവിടെ they become still ആണ്. ആൻഡ് they gasp for breath as they gaze at the figure lying dead. മരിച്ചു കിടക്കുന്ന ഡെഡ് ബോഡിയിൽ നോക്കിക്കൊണ്ട് അവരൊക്കെ ഇങ്ങനെ തുറിച്ച് നോക്കുകയാണ്. സ്ത്രീകൾ തേങ്ങിക്കരയാൻ തുടങ്ങി അല്ലേ. പുരുഷന്മാർ അവരുടെ മുഖമൊക്കെ ഹൈഡ് ചെയ്തുകൊണ്ട് അവരുടെ സങ്കടങ്ങൾ എക്സ്പ്രസ് ചെയ്തു അല്ലേ. കുറേ ആൾക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങി? അത് അൺനോട്ടീസ്ഡ് ആക്കി അവിടെ നിന്ന് മാറിക്കളയാണ് ചെയ്യുന്നത്. പക്ഷേ അവരുടെ ആ ഒരു ക്രൈം അവരുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു അല്ലേ. അവർ പരസ്പരം ചോദിച്ചു, നമുക്കിനി ആരാണ് വഴി കാണിച്ചു തരിക? അപ്പോഴാണ് അവിടെ ഓൾഡ് മാൻ ഫ്രം ദ ഈസ്റ്റ് അല്ലേ, അദ്ദേഹം പറയുകയാണ് ദ വിക്ടിം അല്ലേ. അവരുടെ ഇടയിലുണ്ടായിരുന്ന ഈസ്റ്റിൽ നിന്ന് വന്ന, അത് നമുക്ക് ടാഗോർ തന്നെയാണെന്നും പറയപ്പെടുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, നമുക്ക് നമ്മുടെ ഈ ഒരു വിക്ടിം തന്നെ, അതായത് ഈ മരിച്ചു കിടക്കുന്ന നമ്മുടെ മാൻ ഓഫ് ഫെയ്ത്ത് തന്നെ എന്ത് ചെയ്യും? നമുക്ക് വഴി കാണിച്ചു തരും. ദേ സിറ്റ് സ്റ്റിൽ ആൻഡ് സൈലൻറ്റ്. അവർ നിശബ്ദരായിരുന്നു. എഗെയിൻ ദേ സ്പീക്സ് ദ ഓൾഡ് മാൻ, വി റെഫ്യൂസ്ഡ് ഹിം ഡൗട്ട്, വി കിൽ ഹിം ഇൻ ആങ്കർ, നൗ വി ഷാൽ ആക്സെപ്റ്റ് ഹിം ലവ്. അദ്ദേഹം പറയുകയാണ് അവരോട്, നമ്മൾ അയാളെ ഡൗട്ടായിക്കൊണ്ട് എന്ത് ചെയ്തു? ഉപേക്ഷിച്ചു. നമ്മൾ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു നമ്മുടെ ദേഷ്യം കൊണ്ട്. പക്ഷെ നമ്മൾ അദ്ദേഹത്തെ സ്നേഹം കൊണ്ട് ആക്സെപ്റ്റ് ചെയ്യണം. ഫോർ ഇൻ ഹിസ് ഡെത്ത് ഹി ലിവ്സ് ഇൻ ലൈഫ് ഫോർ അസ് ഫോർ ആൻഡ് ദ ഗ്രേറ്റ് വിക്ടിം. അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ ആർക്ക് വേണ്ടിയായിരുന്നു? നമുക്ക് വേണ്ടിയായിരുന്നു. ദേ ഓൾ സ്റ്റാൻഡ് അപ്പ്, മിങ്കിൾ ദെയർ വോയിസ് ആൻഡ് സിംഗ് വിക്ടറി ടു വിക്ടിം. അങ്ങനെ അപ്പോൾ എന്ത് ചെയ്തു? അവിടെ കിടക്കുന്ന എല്ലാ ജനങ്ങളും എഴുന്നേറ്റ് നിന്ന് പാട്ട് പാടാൻ തുടങ്ങി അല്ലേ. അവർ പറഞ്ഞു, ഇറ്റ് ഈസ് വിക്ടറി ടു വിക്ടിം അല്ലേ. മരിച്ചുപോയ അദ്ദേഹത്തിന് എന്ത് ചെയ്യാണ്? വിക്ടറി ഉണ്ടാകട്ടെ. Now pilgrimage calls the young to love, to power, to knowledge, to wealth and overflowing. We shall conquer the world and the world beyond this. പിൽഗ്രിമേജ് വിളിക്കുകയാണ് അല്ലേ. നമുക്കെന്താണ്? നമുക്ക് സ്നേഹിക്കണം, സ്നേഹം നേടിയെടുക്കണം, പവർ നേടിയെടുക്കണം, നോളജ് നേടിയെടുക്കണം, വെൽത്ത് നേടിയെടുക്കണം. ഇതൊക്കെ നമ്മൾ കോൺകർ ചെയ്യണം. They all cry exultant in thundering cataracts of the voices. അവർ പരസ്പരം ഇങ്ങനെ എന്ത് ചെയ്യാണ്? അലമുറയിട്ട് അല്ലേ കരയാൻ തുടങ്ങി. എന്നിട്ടോ അലമുറയിട്ട് കരയുന്ന സന്തോഷം കൊണ്ടുള്ള ഒരു കരച്ചിലായിരുന്നു. The meaning is not same to them all, but only impel, moving confluence of wills that wrecks not death and disaster. No longer they ask for their way. ഇപ്പം അവരുടെ പ്രതീക്ഷയറ്റ കരച്ചിലായിരുന്നില്ല അല്ലേ. അവർ പ്രതീക്ഷയോട് കൂടിയുള്ള മുന്നോട്ടുള്ള പോക്കായിരുന്നു. അതിനിടയിൽ അവർ വഴിയെക്കുറിച്ച് ബോധേഡായിരുന്നില്ല അല്ലേ. അവരുടെ മനസ്സിൽ ബേർഡൻ ഉണ്ടായിരുന്നില്ല, ഡൗട്ടുകൾ ഉണ്ടായിരുന്നില്ല, വിയറിനെസ് ഉണ്ടായിരുന്നില്ല. കാരണം സ്പിരിറ്റ് ഓഫ് ലീഡർ ഈസ് വിത്തിൻ ദം. നമ്മുടെ മാൻ ഓഫ് ഫെയ്ത്തിൻ്റെ സ്പിരിറ്റ് അവരുടെ ഒപ്പം ഉണ്ടായിരുന്നു. ആൻഡ് ദ ലീഡർ ഹു ഹാസ് ക്രോസ്ഡ് ഡെത്ത് ഓൾ ലിമിറ്റ്സ്, ദ ട്രാവൽ ഓവർ ദ ഫീൽഡ് where the seeds are sown. അങ്ങനെ അവരെന്ത് ചെയ്യാൻ തുടങ്ങി?
പിന്നെയും പിൽഗ്രിമേജ് തുടർന്നു അല്ലേ. അവർ ഒരുപാട് പാടങ്ങൾ കടന്നുപോയി, ഒരുപാട് ഹാർവെസ്റ്റ് നടന്ന അല്ലേ, ഒരുപാട് ധാന്യപ്പുരകൾ കടന്നുപോയി, ഒരുപാട് ബാരൻ സോയിൽസുകൾ കടന്നുപോയി എന്ന് പറഞ്ഞാൽ തരിശു ഭൂമികളും അവർ കടന്നുപോയി എന്ന് പറഞ്ഞാൽ ഫെമൈൻ, ദാരിദ്ര്യവും അവർ കണ്ടു, കൊയ്ത്തും അവർ കണ്ടു അല്ലേ. അങ്ങനെ അവരെന്ത് ചെയ്യാണ്, പാസ് ചെയ്തുകൊണ്ട് ഒരുപാട് സിറ്റീസ് കണ്ടു അല്ലേ. അവിടെയുള്ള റൂയിൻഡ് ആയിട്ടുള്ള പാസ്റ്റിനെ കണ്ടു, അവിടുത്തെ എന്താ പറയുക കുടിലുകൾ കണ്ടു, അവിടുത്തെ അൺക്ലീനെസ് കണ്ടു. ഇതൊക്കെ സിറ്റിയിലുള്ള കാഴ്ചകളാണ് അല്ലേ. അവിടുത്തെ ഹോംലെസ് ആയിട്ടുള്ള ജനങ്ങളെ കണ്ടു. അങ്ങനെ ഒരുപാട് സമ്മർ ഡേ അവർ ട്രാവൽ ചെയ്യുകയാണ്. അങ്ങനെ എന്ത് ചെയ്യാണ്, അവസാനം ദേ ആസ്ക് ബ്രദർ ആ സമയത്ത് എന്ത് ചെയ്യാണ്, ദേ ആസ്ക് ദ മാൻ ഹു റീഡ്സ് ദ സ്കൈ. അവരുടെ ഇടയിൽ ആകാശം നോക്കി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളെ നോക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, ഈസ് യോണ്ടർ ദ ടവർ ഓഫ് അവർ ഫൈനൽ ഹോപ്പ് ആൻഡ് പീസ്. അയാളോട് ചോദിക്കുകയാണ് അല്ലേ, ആകാശത്ത് നോക്കി കാര്യങ്ങൾ വിലയിരുത്തുന്നവരോട് അയാളോട് ചോദിക്കുകയാണ്, നമ്മൾ എത്താനായോ. അപ്പോൾ അദ്ദേഹം പറയുകയാണ് എന്താണ്, ദ വൈസ് മാൻ ഷേക്സ് ഹിസ് ഹെഡ് ആൻഡ് സെസ്. അദ്ദേഹം തലകുലുക്കിക്കൊണ്ട് പറയുകയാണ്, ഇറ്റ് ഈസ് ദ ലാസ്റ്റ് വാനിഷിംഗ് ക്ലൗഡ് ഓഫ് ദ സൺസെറ്റ് അല്ലേ. നമ്മൾ അവസാനത്തെ അല്ലേ ക്ലൗഡ് ഓഫ് സൺസെറ്റിലെത്തിയിരിക്കുകയാണ് അല്ലേ. അങ്ങനെ ഫ്രണ്ട്സ് എക്സോട്ട് ദ യങ്, ഡോണ്ട് സ്റ്റോപ്പ് ആൻഡ് ത്രൂ ദ നൈറ്റ്സ് ബ്ലൈൻഡ്നെസ് വി മസ്റ്റ് സ്ട്രഗിൾ ഇൻ ടു ദ കിങ്ഡം ഓഫ് ലിവിങ് ലൈഫ്. ദേ ഗോ ഓൺ ഇൻ ദ ഡാർക്ക്. The road seems to know its own meaning. The dust under foot dumbly speaks of direction. The stars celestial wayfarer sing in silence chorus. Move on, comrade. In the air floats the voice of the leader. The goal is nigh. അങ്ങനെ അവരെന്ത് ചെയ്യാണ്, ആ ഒരു ബ്ലൈൻഡ്നെസ്സിൽ അവരിങ്ങനെ നടന്നു പോകുമ്പോൾ എന്താണ്, ഡാർക്ക്നെസ്സിൽ അവരിങ്ങനെ പോവുകയാണ് അല്ലേ. അവർക്ക് അതിൽ നടന്നു പോകുന്ന വഴികൾക്ക് അവയുടെ അർത്ഥങ്ങൾ അറിയാമെന്ന പോലെയാണ് അവർ നടക്കുന്നതെന്നും അവരുടെ ഉള്ളിൽ ലീഡറിൻ്റെ വോയിസ് ഇങ്ങനെ മുഴങ്ങി നിൽക്കുകയാണ് അല്ലേ, നിങ്ങൾ എന്ത് ചെയ്യും, മുന്നോട്ട് നടക്കുക എന്ന്. ദ ഫസ്റ്റ് ഫ്ലഷ് ഓഫ് ഡോൺ ഗ്ലിസൺ ഓൺ ദ ഡ്യൂ ട്രിപ്പിംഗ് ലീവ്സ് ഓഫ് ദ ഫോറസ്റ്റ്. ദ മാൻ ഹു റീഡ് ദ സ്കൈ. ഫ്രണ്ട്സ് വി ഹാവ് കം. അവസാനം നമ്മൾ കാണുകയാണ് ആ ഡ്യൂ ഡ്രോപ്സ് ലീവ്സ് ഓഫ് ഫോറസ്റ്റിൽ ഇങ്ങനെ മുട്ടുന്നതും അദ്ദേഹം പറയുകയാണ്, നമ്മൾ അവസാനം എത്തിയിരിക്കുകയാണ്. They stop and look around on both sides of the road. The corn is ripe in the horizon, the glad of the golden answer of the earth of the morning. The current of daily life moves slowly between the village near the hill and അവിടെ കാണുന്ന കാഴ്ചകളാണ് പറയുന്നത്. അവിടുത്തെ കോണുകളൊക്കെ ഇങ്ങനെ റൈപ്പായി നിൽക്കുകയാണ്, നല്ല പഴുത്ത് നിൽക്കുകയാണെന്നും അവിടെ ഡെയിലി ലൈഫ് എന്നിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വില്ലേജേഴ്സ് അല്ലേ. അവരുടെ തിരക്ക് പിടിച്ച ജീവിതത്തിലാണെന്നും. പിന്നെ പോട്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ വീലുകൾ, ഇതൊക്കെ കുറച്ച് ടഫാണ്, അന്ന് ജസ്റ്റ് ഓർമ്മിക്കുക. പോട്ടേഴ്സ് അവരുടെ വീലുകൾ ഇങ്ങനെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാന്ന് കുടം ഉണ്ടാക്കുന്നുണ്ടെന്നും. വുഡ് കട്ടേഴ്സിനെ നമ്മൾ കാണുന്നുണ്ട്, അവരെന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റിലേക്ക് ഫ്യൂൽസ് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെയോ കാറ്റിൽസിനെയും കൊണ്ടുപോകുന്ന കാഴ്ച കാണുന്നുണ്ട്. പിന്നെയോ സ്ത്രീകൾ അവരുടെ പാത്രവുമായി കൊണ്ട് തലയിൽ വെച്ച് നടന്നു പോകുന്ന കാഴ്ചകൾ, ഇതൊക്കെ കാണുകയാണ്. പക്ഷെ അവിടെ എവിടെയാണ് കിങ്സ് കാസിൽ അല്ലേ, ദ മൈൻ ഓഫ് ഗോൾഡ്, ദ സീക്രട്ട് ബുക്ക് ഓഫ് മാജിക്, ദ സേജ് ഹു നോസ് ദ ലവേഴ്സ് അട്ടർ വിസ്ഡം, സ്റ്റാർ കനോട്ട് ബി റോങ് അഷ്വേഴ്സ് ദ റീഡർ. പക്ഷേ അവിടെ കണ്ട കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഒരു വില്ലേജ് ലൈഫിൻ്റെ കാഴ്ചകൾ മാത്രമാണ്. പക്ഷേ അവർ കൺഫ്യൂസ്ഡ് ആവുകയാണ്, എവിടെയാണ് രാജാവിൻ്റെ കൊട്ടാരം, എവിടെയാണ് അല്ലേ സ്വർണ്ണക്കനികളുള്ളത്, എവിടെയാണ് മാജിക് ഓഫ് ബുക്സ് ഉള്ളത് അല്ലേ, എവിടെയാണ് സേജ് അതായത് സന്യാസി ഉള്ളത്, അദ്ദേഹത്തിന് സ്നേഹത്തിൻ്റെ വിസ്ഡത്തിൻ്റെ സീക്രട്ട് അറിയുന്ന ആളുള്ളത്. അപ്പോൾ നമ്മുടെ അവിടെയുള്ള റീഡർ ഓഫ് ദ സ്കൈ പറയുകയാണ്, ഒരിക്കലും സ്റ്റാറുകൾക്ക് തെറ്റാറില്ല അല്ലേ, അവരുടെ സിഗ്നൽ പോയിൻറ്റ്സ് ടു ദാറ്റ് സ്പോട്ട്. ഇവിടെയാണ് നമ്മളെ സ്പോട്ട്. ആൻഡ് reverently he walks to the wayside spring from which wells up the stream of water, liquid like a morning melting into the chorus of tears and laughter. Sing mother open the gate. അവിടെ നമ്മൾ കാണുകയാണ് അല്ലേ, അവരിങ്ങനെ ഉള്ളിലേക്ക് നടന്ന് കയറുമ്പോൾ അവിടെ എന്താണ്, സ്ട്രീം ഓഫ് വാട്ടർ കാണുന്നുണ്ട് അല്ലേ, ആ ഒരു ലിക്വിഡ് ലൈറ്റ് കാണുന്നുണ്ട്. ആ കാഴ്ചകളാണ് അവിടെ കാണുന്നത്. എന്ന് പറഞ്ഞാൽ ആ ജനങ്ങൾ, അതുവരെ ഉണ്ടായിരുന്ന പാഗൺ ബിലീഫേഴ്സ് ആയിരുന്ന ജനങ്ങൾ അവരെന്ത് ചെയ്യാണ്, അവരിലേക്ക് ക്രിസ്ത്യാനിറ്റി അല്ലേ, അതായത് ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ഉൾവിളിയാണ് നമ്മളിവിടെ കാണുന്നത്. അതായത് സത്യത്തിലേക്ക് അവർ നടന്നു നീങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എ റേ ഓഫ് മോർണിംഗ് സൺ സ്ട്രൈക്സ് എസ് ലാൻഡ് അറ്റ് ദ ഡോർ.
The assembled crowd feel in their blood a primeval chant of creation. Mother opened the gate. The gate opened. The mother is seated on the street bed with the baby on her lap, like the dawn with the morning star. The sun's ray that was waiting at the door outside falls on the head of the child. ഇവിടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ജേണി ഓഫ് ദ മെജയി അല്ലേ, അതായത് ബത്ലേഹത്തിലേക്ക് ക്രൈസ്റ്റിൻ്റെ ജന്മം കാണാൻ പോയിക്കൊണ്ട് 3 രാജാക്കന്മാരുടെ കഥ ഈസ്റ്റിൽ നിന്നുള്ള. അതേപോലെ തന്നെയാണ് ഇവിടെ ക്രൈസ്റ്റിൻ്റെ ആ ഒരു ജന്മം നമ്മൾ കാണുന്നു. അതായത് ബത്ലേഹത്തിലുള്ള ബേബി, ആ ഒരു മദർ എന്ന് പറയുമ്പോൾ അവിടെ ആരാണ്? മേരിയാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? ക്രൈസ്റ്റിൻ്റെ മദറിൻ്റെ എന്തില്ലേ ലാപ്പിൽ ഒരു കുട്ടി കിടക്കുന്നതെന്നും ആ കുട്ടിയുടെ മേലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? സണ്ണിൻ്റെ ലൈറ്റ് വന്ന് പെടുന്നതൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ലൈക്ക് എ ഡോൺ വിത്ത് ദ മോർണിംഗ് സ്റ്റാർ, ദ സൺ റേ ദാറ്റ് വാസ് വെയിറ്റിംഗ് അറ്റ് ദ ഡോർ ഔട്ട് സൈഡ് ഫോൾസ് ഓൺ ദ ഹെഡ് ഓഫ് ദ ചൈൽഡ്. ഡോർ തുറന്നപ്പോൾ അതുവരെ പുറത്ത് കാത്തു നിന്നിരുന്ന സൂര്യകിരണങ്ങൾ ആരുടെ? കുട്ടിയുടെ തലയിലേക്ക് എന്ത് ചെയ്യാണ്? സ്പ്രെഡ് ആവുകയാണെന്നും. ദ പോയറ്റ് സ്ട്രൈക്ക് ഹിസ് ല്യൂട്ട് ആൻഡ് സ്ട്രിങ്സ് ഔട്ട് വിക്ടറി ടു മാൻ ന്യൂ ബോൺ ദ എവർ ലിവിങ് ദ നീലിംഗ് ഡൗൺ ദ കിങ്സ് ദ ബെഗേഴ്സ് സെയിൻറ്റ് ആൻഡ് ദ സിൻഡർ. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യാണ്? അവിടെ റിയലൈസേഷൻ ഉണ്ടാവുകയാണ്. അതായത് ദൈവമുണ്ട് അല്ലെ, ക്രൈസ്റ്റ് ഉണ്ട് എന്നുള്ള റിയലൈസേഷൻ അവർ വരികയും എല്ലാവരും അവിടെ മുട്ടുകുത്തുകയാണ് അല്ലേ. അവിടെ വന്ന് എല്ലാവരും മുട്ടുകുത്തുകൊണ്ട് പറയാണ് വിക്ടറി ടു മാൻ ന്യൂ ബോൺ എവർ ലിവിങ് ദ ഓൾഡ് മാൻ ഫ്രം ദ ഈസ്റ്റ് മർമേഴ്സ് ടു ഹിംസെൽഫ് ഐ ഹാവ് സീൻ. അതായത് എല്ലാവരും പറയുകയാണ് ഇദ്ദേഹത്തിനാണ് വിക്ടറി, ഈ ഒരു ന്യൂ ബോണിനാണ് വിക്ടറി എന്നും പറഞ്ഞുകൊണ്ട് അവിടെ എന്ത് ചെയ്യാണ്? എല്ലാവരും മുട്ടുകുത്തിയിരിക്കുമ്പോൾ ഓൾഡ് മാൻ ഫ്രം ദ ഈസ്റ്റ് പറയുകയാണ് യെസ് ഐ ഹാവ് സീൻ. അപ്പോൾ അദ്ദേഹവും പറയുകയാണ് ഞാനും എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് പോം ഒരു പോസിറ്റീവായിട്ടുള്ള നോട്ടോട് കൂടിയാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ എൻഡ് ചെയ്യുന്നത് അല്ലേ. ഇവിടെ ടാഗോർ തന്നെയാണെന്ന് എന്ത് ചെയ്യുന്നു? പറയുകയാണ്. അപ്പോൾ ഇവിടെ ന്യൂ ബോൺ എന്ന് പറയുമ്പോൾ ആ സിംബലൈസ് ചെയ്യുന്നത് മാൻകൈൻഡ് ഈസ് നോട്ട് ഡെഡ് ആണ്. ഇൻഡയറക്ട്ലി പോയിൻറ്റ് ടു ദ റിസറക്ഷൻ ഓഫ് ദ ക്രൈസ്റ്റ് അല്ലേ. ക്രൈസ്റ്റിൻ്റെ എന്താ പറയുക പുനർജന്മമാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു മാൻ ഓഫ് ഫെയ്ത്തിൻ്റെ മരണത്തോടു കൂടി അവരെന്ത് ചെയ്യുകയാണ്? ക്രൈസ്റ്റിൻ്റെ ഒരു റിസറക്ഷൻ അവർ മുന്നിൽ കാണുകയും അവരിലുണ്ടായിരുന്ന എല്ലാ പാഗൺ ബിലീഫ്സും അവർ ഒഴിവാക്കിക്കൊണ്ട് ആരിലേക്ക് സമർപ്പിക്കുകയാണ്? ക്രൈസ്റ്റിലേക്ക് സമർപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. ഇനി ആ ഒരു PDF നോട്ട്സും വായിച്ചു നോക്കാം കേട്ടോ.